നമസ്കാരം. പ്രധാന വാർത്തകൾ. പട്ടാമ്പിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 160 ഗ്രാമോളം MDMA-യുമായി 3 പേർ അറസ്റ്റിൽ. കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പ്രതികളെന്ന് പോലീസ്. മണ്ണാർക്കാട് തച്ചനാട്ടുകരയിൽ പ്ലൈവുഡ് ഫാക്ടറിക്കെതിരായ സമരം. പ്രദേശവാസികൾക്കൊപ്പമാണ് പഞ്ചായത്തെന്ന് ഭരണസമിതി ഐക്യകണ്ഠമായി നിഷേധിച്ച അനുമതി മന്ത്രി MP രാജേഷിന്റെ നിർദ്ദേശപ്രകാരമാണ് സെക്രട്ടറി നൽകിയതെന്നും ഭരണസമിതി അംഗങ്ങൾ. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ അഴിമതിയും കെടുകാര്യസ്ഥതയുമെന്ന് കോൺഗ്രസ്. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. അഴിമതിയും സ്വജനപക്ഷപാതവും ആരോപിച്ച് UDF ഭരിക്കുന്ന പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലേക്ക് CPM മാർച്ച്. ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യവുമായി കോൺഗ്രസ്. സമരത്തിനെതിരായി സർക്കാർ ഇറക്കിയ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചു. ആശാ വർക്കർമാർക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് നേതാക്കൾ. പാലക്കാട് ജില്ലയിൽ ചൂട് കൂടുന്നു. മണ്ണാർക്കാട് പെയിന്റിംഗ് തൊഴിലാളിക്ക് സൂര്യതാപമേറ്റു. അടുത്ത ദിവസങ്ങളിൽ വേനൽ മഴ ലഭിച്ചേക്കുമെന്ന് മുന്നറിയിപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. പട്ടാമ്പിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 160 ഗ്രാമോളം MDMA-യുമായി 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം ലഹരിക്കടത്തും വിൽപ്പനയും തടയുന്നതിന് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ നടത്തുന്ന പ്രത്യേക ഓപ്പറേഷന്റെ ഭാഗമായി പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് പരിശോധന നടത്തിവരുന്നതിനിടെയാണ് MDMA-യുമായി 3 പേർ പിടിയിലായത്. മുതുതലയിൽ വെച്ച് 11.54 ഗ്രാം MDMA-യുമായി കൊപ്പം മണ്ണേങ്കോട് ചക്കുവാൻതൊടി വീട്ടിൽ 46 വയസ്സുള്ള അക്ബറിനെയാണ് ആദ്യം പിടികൂടിയത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നും MDMA മൊത്തത്തിൽ കൊണ്ടുവന്ന് കൊടുക്കുന്ന ആളുകളെക്കുറിച്ച് വിവരം ലഭിക്കുകയും തുടർന്ന് പട്ടാമ്പി മത്സ്യമാർക്കറ്റിന് സമീപം വെച്ച് മലപ്പുറം ചന്ദനക്കാവ് ചിറ്റകത്ത് പൊറ്റമ്മേൽ വീട്ടിൽ 26 വയസ്സുള്ള മുഹമ്മദ് ഫാരീസ്, വളാഞ്ചേരി ചക്കടംകുഴിയിൽ വീട്ടിൽ 20 വയസ്സുള്ള അൻഷിഫ് എന്നിവരെ 148.15 ഗ്രാം MDMA-യുമായി പിടികൂടുകയുമായിരുന്നു. പട്ടാമ്പി മേഖലയിൽ ലഹരി വിൽപ്പനയും ഉപയോഗവും നടത്തുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചു വരുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ ലഹരിക്കടത്തിന് 26 കേസുകളും ലഹരി ഉപയോഗത്തിന് 255 കേസുകളും പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞതായും ഇത്തരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെടുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു. ഷൊർണൂർ DYSP R മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിലെ അംഗങ്ങളായ പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ PK പത്മരാജൻ, SI മണികണ്ഠൻ, പ്രൊബഷണൽ SI ശ്രീരാഗ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അരുൺ, സിവിൽ പോലീസ് ഓഫീസർ ബിജു മോഹൻ, ഡ്രൈവർ സുനന്ദകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പരിശോധന നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. MDMA-യുടെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു. ബഹുമാനപ്പെട്ട പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ശ്രീ അജിത് കുമാർ IPS അവരുടെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലയിലാകെ ലഹരിയുടെ വിൽപ്പന, ലഹരി കടത്ത്, ലഹരി ഉപയോഗം എന്നിവ തടയുന്നതിനായി ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരുള്ള ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഷൊർണൂർ DYSP ശ്രീ മനോജ് കുമാർ സാറുടെ നേതൃത്വത്തിൽ സബ് ഡിവിഷൻ ലെവലിലും ഇത്തരത്തിലുള്ള വിൽപ്പന തടയുന്നതിനും ലഹരിയുടെ ഉപയോഗം തടയുന്നതിനുമായിട്ടുള്ള പ്രത്യേക ഡ്രൈവ് നടന്ന് വരുന്നു. പട്ടാമ്പി പോലീസ് ശ്രീ പത്മനാഭൻ സാർ ISHOയുടെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗം കടത്തും തടയുന്നതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ സ്പെഷ്യൽ ടീം രൂപീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 2 വലിയ കേസുകൾ മയക്കുമരുന്നായിട്ടുള്ള MDMA വിൽപ്പനയ്ക്കായി കൈവശം വെച്ചതിന് ഒപ്പം മണ്ണേങ്കോട് സ്വദേശിയായിട്ടുള്ള അക്ബർ എന്നയാളെ അറസ്റ്റ് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ സോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയ സമയം മുഹമ്മദ് ഫാരിസ് എന്ന മലപ്പുറം സ്വദേശി കാടമ്പുഴക്കടുത്തുള്ള ആളാണ്. അയാളെ അറസ്റ്റ് ചെയ്യുകയും അവിടെ നിന്നും കിട്ടിയിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളാഞ്ചേരി സ്വദേശിയായിട്ടുള്ള അൻഷിഫ് എന്നയാളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ പിടിക്കപ്പെട്ടിട്ടുള്ള MDMA എന്ന് പറയുന്നത് 160ഓളം ഗ്രാം MDMA ആണ് ഇന്നലെയും ഇന്നുമായിട്ട് പട്ടാമ്പി പോലീസിന് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളതും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളതും. കഴിഞ്ഞ 1 വർഷത്തിൽ 26 ലഹരി കടത്ത് കേസുകളും അതുപോലെ തന്നെ 255ഓളം ലഹരി ഉപയോഗ കേസുകളും പട്ടാമ്പി പോലീസ് കണ്ടെത്തുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്.
തുടർന്നും ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരെയും ലഹരി കടത്തുന്നവരെയും ലഹരി വിൽപ്പനക്കാരെയും കർശനമായി നിരീക്ഷിക്കുകയും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതാണ്. അതിന് പൊതുജനങ്ങളെല്ലാവരും തന്നെ അവർക്കറിയാവുന്ന വിവരങ്ങൾ പട്ടാമ്പി പോലീസിനെ അറിയിക്കണമെന്ന്. ഒറ്റപ്പാലത്ത് കാറിൽ കടത്തിയ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടി. 1981 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തത്. കഴിഞ്ഞ ദിവസം രാത്രി കണ്ണിയമ്പുറത്ത് പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെയാണിത്. പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയ കാറും ഇവരുടെ കൈവശമുണ്ടായിരുന്ന 2200 രൂപയും പോലീസ് പിടിച്ചെടുത്തു. കാറിലുണ്ടായിരുന്ന ഒറ്റപ്പാലം സ്വദേശികളായ 2 പേരെ നിയമാനുസൃതം നോട്ടീസ് നൽകി വിട്ടു. കാറിനുള്ളിൽ 3 ചാക്കുകളിലായി സൂക്ഷിച്ച നിലയിലായിരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ ചില്ലറ വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെയാണ് SI M സുനിലും സംഘവും പിടിച്ചെടുത്തത്. ഒരു കമ്പനിയുടെ 1500 പാക്കറ്റുകളും മറ്റൊരു ബ്രാൻഡിന്റെ 451 പാക്കറ്റുകളുമാണ് പിടിച്ചെടുത്തത്. മണ്ണാർക്കാട് തച്ചനാട്ടുകര നന്നങ്ങാടിക്കുന്നിലെ പ്ലൈവുഡ് ഫാക്ടറിക്കെതിരായ സമരം പ്രദേശവാസികൾക്കൊപ്പമാണെന്ന് പഞ്ചായത്ത് ഭരണസമിതി. പഞ്ചായത്ത് ഭരണസമിതി ഏകകണ്ഠമായി നിഷേധിച്ച അനുമതി മന്ത്രി MB രാജേഷിന്റെ നിർദ്ദേശപ്രകാരമാണ് സെക്രട്ടറി നൽകിയതെന്നും ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നന്നങ്ങാടിക്കുന്നിലെ ജനങ്ങൾ പങ്കുവയ്ക്കുന്ന ആശങ്ക വസ്തുതയാണ്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് ഫാക്ടറി വരുന്നത് ആരോഗ്യപരമായും സാമൂഹികമായും ജനങ്ങളെ ബാധിക്കും. ഇത് മനസ്സിലാക്കിയാണ് തുടക്കത്തിൽ തന്നെ അനുമതി നിഷേധിച്ചത്. എന്നാൽ മണ്ണാർക്കാട് നടന്ന കരുതലും കൈത്താങ്ങും അദാലത്തിൽ ഫാക്ടറി പ്രതിനിധികൾ നൽകിയ പരാതി പരിഗണിക്കുന്നതിനിടെ രൂക്ഷമായ ഭാഷയിലാണ് മന്ത്രി രാജേഷ് പഞ്ചായത്ത് സെക്രട്ടറിയോട് അനുമതി നൽകാൻ നിർദ്ദേശിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം പറഞ്ഞു. ഇതേച്ചൊല്ലി അദാലത്തിൽ മന്ത്രിയും താനും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം നടന്നതായും സലീം പറഞ്ഞു. നിയമാനുസൃതമായ അനുമതികൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിയമാനുസൃതമല്ലാത്ത സമ്മർദ്ദങ്ങളുടെ പേരിൽ അനുമതി നിഷേധിക്കരുതെന്ന് മന്ത്രി എഴുതി നൽകുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെക്രട്ടറി അനുമതി നൽകിയത്. ഈ വിഷയം അജണ്ട വെച്ച 2 തവണ ബോർഡ് യോഗം കൂടി അനുമതി നിഷേധിക്കാൻ ഭരണസമിതി ഏകകണ്ഠമായി തീരുമാനിച്ചു. ഇതേ തുടർന്ന് അനുമതി നൽകുന്ന കാര്യം തീരുമാനിക്കാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അയച്ചിരിക്കുകയാണ്. ഇനി സർക്കാരാണ് അനുമതി നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. അനുമതി നൽകിയാൽ പ്രക്ഷോഭത്തിൻ്റെ മുൻനിരയിൽ പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടാകും. മാത്രമല്ല നിയമ നടപടികളുമായി മുന്നോട്ടു പോകുകയും ചെയ്യും. അനുമതി നൽകേണ്ടതില്ലെന്ന കാര്യത്തിൽ ഭരണകക്ഷിയായ UDFും എതിർപക്ഷത്തുള്ള CPMും ഒരേ നിലപാടാണ് സ്വീകരിച്ചത്. ജനങ്ങൾക്കൊപ്പമാണ് ഭരണസമിതിയെന്നും പ്രസിഡന്റ് KPM സലീം പറഞ്ഞു. ഒരു കാരണവശാലും അവിടെ പെർമിറ്റ് അനുവദിക്കാൻ പാടില്ല എന്നും സെക്രട്ടറി അനുവദിച്ചിട്ടുള്ള പെർമിറ്റ് റദ്ദ് ചെയ്യണമെന്നും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വീണ്ടും ഈ 20/2/2025 സെക്രട്ടറിയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ സെക്രട്ടറി ഈ വിഷയം ഇനി തീരുമാനിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികൾ നമ്മുടെ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ഇങ്ങനെ ഒരു തീരുമാനം സെക്രട്ടറി എടുത്ത തീരുമാനം തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് 2 ഭരണസമിതികൾ തുടർച്ചയായി ചേർന്നുകൊണ്ട് അതേ കാര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ ആ ആവശ്യം സംസ്ഥാന സർക്കാരിലേക്ക് അറിയിക്കുക എന്നതാണ് നടപടിക്രമം. തീർച്ചയായിട്ടും ആ നടപടിക്രമങ്ങൾ ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്കുള്ള ആശങ്കയും അതുപോലെ തന്നെ മറ്റു രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാനുള്ള സാഹചര്യങ്ങളും ഒന്ന് ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇതുപോലെ ഒരു പത്രസമ്മേളനം വിളിച്ച് ഞങ്ങൾ ഇവിടെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു തദ്ദേശ സ്ഥാപനത്തിന് നിയമപരമായി ഇത്തരം കാര്യങ്ങളിൽ എന്തൊക്കെ നടപടികളാണോ ചട്ടങ്ങളും വകുപ്പുകളും അനുസരിച്ചുകൊണ്ട് അതോടൊപ്പം ജനവികാരം കണക്കിലെടുത്തുകൊണ്ട് ചെയ്യാൻ വേണ്ടി കഴിയുക ആ സാധ്യമായുള്ള പ്രവർത്തനങ്ങളെല്ലാം തീർച്ചയായിട്ടും സ്വീകരിച്ചിട്ടുണ്ട്. ഇനി സർക്കാരിന്റെ ഉത്തരവ് തീർച്ചയായിട്ടും ഉണ്ട്. അനുകൂലമായ ഉത്തരവ് ജനങ്ങളുടെ വികാരം കണക്കിലെടുത്തുകൊണ്ട് പ്രദേശത്തുകാരുടെ പഞ്ചായത്തിലെ സാധാരണക്കാരായ ആളുകളുടെ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ വികാരങ്ങളും ആവശ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് സർക്കാരിന് അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന തികഞ്ഞ പ്രതീക്ഷയിലാണ് തീർച്ചയായിട്ടും ഭരണസമിതി ഉള്ളത്. അതല്ലാത്ത പക്ഷം നിയമപരമായി നിയമവിദഗ്ധരുമായി ആലോചിച്ചുകൊണ്ടുള്ള ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടുള്ള എല്ലാ നടപടികളും തീർച്ചയായിട്ടും തുടർന്നും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഈ ഭരണസമിതി ചെയ്യും എന്നുള്ളതാണ്. ഭരണസമിതി അംഗങ്ങളായ P മൻസൂർ അലി, CP സുബൈർ, MC രമേശ്, KP ഇല്യാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണെന്നാരോപിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. DCC പ്രസിഡന്റ് A തങ്കപ്പൻ ധർണ ഉദ്ഘാടനം ചെയ്തു. CPM ഭരിക്കുന്ന വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഭരണസ്തംഭനവും അഴിമതിയും സ്വജനപക്ഷപാതവും കെടുകാര്യസ്ഥതയുമാണെന്നാരോപിച്ചാണ് വല്ലപ്പുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. DCC പ്രസിഡന്റ് A തങ്കപ്പൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മറ്റു വാർഡുകളിലേക്ക് ചുറ്റമതായം സ്വീകരിക്കുകയും ചെയ്യുന്ന പഞ്ചായത്തിന്റെ നടപടി ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കാനായതും ഇന്നാള് പഞ്ചായത്ത് പ്രസിഡന്റ് ആവണം എന്ന് പറയുന്നതും ഇതിനകത്ത് വരുന്ന സംഭരണം എല്ലാം ഉണ്ടാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു.
നമുക്കറിയാം, ഇതിന്റെ മുൻപ് പഞ്ചായത്ത് രാജ് എന്നുള്ള സംവിധാനം നിലവിൽ വന്നില്ലെങ്കിൽ ഈ പഞ്ചായത്തിന്റെ അവസ്ഥ കോഴി അണവെക്കാനേ ഉപയോഗിക്കൂ ഈ പഞ്ചായത്ത്. കാരണം അവിടെ 5 പൈസ ഉണ്ടാവില്ല, അത്രത്തോളം മോശമാവുമായിരുന്നു. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഞ്ചായത്ത് രാജ് വന്നപ്പോ നിശ്ചിത എണ്ണം സംഭരണം, നിശ്ചിത കാലാവധി, അതിന് പ്രത്യേക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ വെച്ചുകൊണ്ട് അസംബ്ലി പാർലമെന്റും ചെയ്യുന്നത് പോലെ കാലാകാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളും ആ പഞ്ചായത്ത് നിർദ്ദേശിച്ചിട്ടുള്ള പഞ്ചായത്ത് രാജ് വന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് പഞ്ചായത്തിലൂടെ വികസനം നടത്താനുള്ള ആ മുതൽക്കൂട്ട് ഈ പഞ്ചായത്ത് രാജ്. മണ്ഡലം പ്രസിഡന്റ് സയ്യിദ് കോടനാട് അധ്യക്ഷനായി. KPCC മെമ്പർ റിയാസ് മുക്കോളി മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി TY ഷിഹാബുദ്ദീൻ, ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാംദാസ്, അസീസ് പട്ടാമ്പി, മൻസൂർ ചൂരക്കോട്, റഫീഖ് വലപ്പുഴ, ബിന്ദു സന്തോഷ്, യൂസഫ് കുറുവട്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു. നേതാക്കളായ നാസർ ചൂരക്കോട്, ദാവൂദ് കളത്തിൽ, ഹക്കീം ചൂരക്കോട്, EPM ഇക്ബാൽ, VM മുസ്തഫ, T സഹദുള്ള, CK ഉബൈദ്, P അബ്ദുൽ ഖാദർ, NK സിദ്ദിഖ് മാസ്റ്റർ, അസീസ് പ്ലാച്ചിക്കോട്, രവി മേനകത്ത്, താഹിർ കളത്തിൽ, ജമാൽ കോടിയിൽ, സാലിമ സിദ്ദിഖ്, നിസാർ വലപ്പുഴ, CT അലി, K സഗരിയ, AP വിജയലക്ഷ്മി, P പ്രേമലത, TT അബിറഹ്മാൻ, സുബൈർ ചൂരക്കോട്, N സഫറുന്നിസ, T റുക്കിയ തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് സർക്കാർ സമരത്തിനെതിരായി ഇറക്കിയ ഉത്തരവ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെച്ച് കത്തിച്ചുകൊണ്ട് പ്രതിഷേധവും നടന്നു. കത്തട്ടങ്ങനെ കത്തട്ടെ, കത്തട്ടങ്ങനെ കത്തട്ടെ, വിവാദ നിയമം കത്തട്ടെ, ഐക്യദാർഢ്യം 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 ആശാവർക്കർക്ക് ഐക്യദാർഢ്യം. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വിവിധ വിഷയങ്ങളിൽ അലംഭാവം കാട്ടുകയാണെന്നാരോപിച്ച് CPM പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. CPM മഞ്ചേരി ഏരിയ സെന്റർ അംഗം P രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പാണ്ടിക്കാട്ടെ വികസനത്തിന്, പാണ്ടിക്കാട്ടെ വികസനത്തിന് സർക്കാർ ഗ്രാന്റ് നൽകിയ കോടികൾ, സർക്കാർ ഗ്രാന്റ് നൽകിയ കോടികൾ പഞ്ചായത്തിലെ ഭരണക്കാർ, പഞ്ചായത്തിലെ ഭരണക്കാർ ഇല്ലാതാക്കി ലാസാക്കി, ഇല്ലാതാക്കി ലാസാക്കി. പ്രസാദിക്കോ നാട്ടാരെ. UDF നേതൃത്വം നൽകുന്ന പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെയും മെയിന്റനൻസ് ഗ്രാന്റ് ഉൾപ്പെടെ കോടികൾ ലാപ്സാക്കിയെന്നും ആരോപിച്ചാണ് CPIM പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് ഏരിയ സെന്റർ അംഗം P രാധാകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പദ്ധതി വിഹിതമായി സംസ്ഥാന ഗവൺമെന്റ് പാണ്ടിക്കാട് പഞ്ചായത്തിന് നൽകിയത് 29 ലക്ഷം ഉറുപ്പിക. 29 ലക്ഷം ഉറുപ്പിക ജനറൽ വിഭാഗത്തിലും 7 ലക്ഷം രൂപ പട്ടികജാതി വിഭാഗത്തിനുമായി 36 ലക്ഷം രൂപയാണ് ഈ പഞ്ചായത്തിന്റെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി വികേന്ദ്രീകൃത ആസൂത്രണത്തോടെ നടപ്പിലാക്കാൻ തുടങ്ങിയ ജനകീയ ആസൂത്രണ പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ തുടങ്ങിയ പാണ്ടിക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P രാമദാസ് അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K ഹരിദാസൻ, കൊരമ്പയിൽ ശങ്കരൻ, ചെമ്പ്രശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി NT ഹരിദാസൻ, K വിജയകുമാരി, K മുഹമ്മദ് ഫാരിസ്, K ബാലൻ, P ശിവൻ, M ബാബുറഹ്മാൻ, MM ഹാജറ, സക്കീർ പൊടുവണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്. ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് അലനല്ലൂർ എടത്തനാട്ടുകര മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി സർക്കാർ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചു. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള മുദ്രാവാക്യവുമായി നേതാക്കളും പ്രവർത്തകരും ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലും മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ ആശാവർക്കർമാർ ഒരു തരത്തിലും ഭയപ്പെടേണ്ട. ആ വാറോല കാണിച്ചുകൊണ്ട്
നിങ്ങളെ പിരിച്ചുവിടുമെന്ന വാറോല കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ വാറോലക്ക് പുല്ല് വില കൽപ്പിക്കില്ല. നിങ്ങളെ പിരിച്ചുവിടട്ടെ, ഇവിടെ വരും, ഭരണം മാറും, ഒരു സംശയമില്ല. CPM അടക്കം പറയാൻ തുടങ്ങി, നിങ്ങളൊന്ന് ഭരണത്തിൽ വരണമെന്ന് എന്റെ സുഹൃത്തുക്കളെ സഖാക്കൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ സമരം ചെയ്യണം, നിങ്ങൾ ഭരണത്തിൽ വരണം. ആ പറയുന്ന കാലഘട്ടത്തിൽ ഭരണം മാറും. ആ ഭരണം മാറുമ്പോൾ മുൻകാല പ്രാബല്യത്തോടുകൂടി നിങ്ങളെ പിരിച്ചുവിട്ട് നിങ്ങൾക്ക് 1 രൂപ നഷ്ടം വരാത്ത രീതിയിൽ മുൻകാല പ്രാബല്യത്തോടുകൂടെ നിങ്ങളെ തിരിച്ചെടുക്കും. അങ്ങനെ പിരിച്ചുവിടാൻ സാധ്യതയൊന്നുമില്ല, അതൊക്കെ ഓലപ്പാമ്പ് കാണിക്കാനാണ്. അങ്ങനെ നിങ്ങൾ അതിനെ ഭയപ്പെടേണ്ട, പിരിച്ചുവിടുമെന്ന ഭയം നിങ്ങൾക്ക് വേണ്ട. പിരിച്ചുവിട്ടാൽ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളെ 1 രൂപ പോലും നഷ്ടപ്പെടാതെ നിങ്ങളെ ശമ്പള പരിഷ്കരണം നടത്തി നിങ്ങളെ വേണ്ട രീതിയിൽ പരിഗണിക്കാൻ ഇവിടുത്തെ UDF സർക്കാർ തയ്യാറാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എടത്തനാട്ടുകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സിബഗത്തുള്ള മടത്തൊടി അധ്യക്ഷനായി. അലനല്ലൂർ മണ്ഡലം പ്രസിഡന്റ് K വേണുഗോപാലൻ, K സുഗുണകുമാരി, കീടത്ത് മുഹമ്മദ്, റസാഖ് മംഗലത്ത്, K ഹബീബുള്ള അൻസാരി, കാസിം ആലായൻ, C ഉസ്മാൻ, K ഹമീദ്, അബ്ദു, സിദ്ദീഖ് കീടത്ത്, P മുസ്തഫ, N ഉമ്മർ കത്താബ്, സുരേഷ് കൊടുങ്ങയിൽ, P മഹഫൂസ്, സുബൈർ, നാസർ കാപ്പുങ്ങൽ, PP ഏനു, മുള്ളത്ത് ലത, TK അഫ്സറ തുടങ്ങിയവർ പങ്കെടുത്തു. ജോലിക്ക് ഹാജരായില്ലെങ്കിൽ പുറത്താക്കുമെന്ന സർക്കാർ ഉത്തരവ് അലനല്ലൂർ മണ്ഡലം പ്രസിഡന്റ് K വേണുഗോപാലൻ കത്തിച്ചു. ആശാ വർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നെല്ലായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നെല്ലായ പഞ്ചായത്തിന് മുന്നിൽ നടത്തിയ സമരത്തിൽ ആശാ വർക്കർമാർക്കെതിരെയുള്ള ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചു. മൂസ പേങ്ങാട്രി അധ്യക്ഷത വഹിച്ചു. മുൻ മണ്ഡലം പ്രസിഡന്റ് രാജീവ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KMK ബാബു, NP രാമകൃഷ്ണൻ, രാജേഷ്, ഹംസ, ദീപക്, അലി കീഴാടയിൽ, ഹനീഫ, നവാസ്, മുസ്തഫ VT, വിജു നെടുങ്ങാടി, ഹംസ വരമംഗലത്ത് എന്നിവർ സംസാരിച്ചു. സൂര്യതാപമേറ്റ് പെയിന്റിംഗ് തൊഴിലാളിക്ക് പൊള്ളലേറ്റു. മണ്ണാർക്കാട് തെങ്കര തോടുകാട് ആലുങ്കൽ സെയ്തലവിക്കാണ് പൊള്ളലേറ്റത്. ബുധനാഴ്ചയാണ് സംഭവം. കാഞ്ഞിരത്ത് പെയിന്റിംഗ് ജോലിക്കിടെയാണ് പൊള്ളലേറ്റത്. അസ്വസ്ഥത അനുഭവപ്പെട്ട് നോക്കിയപ്പോൾ ദേഹം ചുവന്ന് തണർത്ത് കുമിളകൾ കണ്ടിരുന്നു. തുടർന്ന് ത്വക്ക് രോഗ വിദഗ്ധനെ കണ്ട് ചികിത്സ തേടുകയായിരുന്നു. ഒരു പെയിന്റിംഗ് തൊഴിലാളി. അപ്പോൾ ഇന്നലെ അങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് അസ്വസ്ഥത തോന്നിയിട്ട് ഷർട്ട് ഊരി നോക്കിയപ്പോൾ ഒരു ചുവന്ന പാടുണ്ട്. ഇപ്പം ഇന്ന് രാവിലെ എണീച്ചപ്പോൾ ആകെ പൊള്ളി കിടക്കുന്നതാണ് കാണുന്നത്. ശരീരം മൊത്തം എന്താ ഇപ്പോൾ ഇങ്ങനെ തണുത്ത് പൊള്ളി കിടക്കുകയാണ്. നമ്മൾ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് പൊള്ളൂല, അതുപോലെ പൊള്ളി. ഇന്നലത്തെ നല്ല ചൂടായിരുന്നു, അതാണ് സംഭവം. ഞാനിവിടെ തെങ്കര പഞ്ചായത്തിൽ അമ്പംകുന്ന് എന്ന സ്ഥലത്ത് തോടാടുള്ളതാണ്. കരുവാരക്കുണ്ട് വട്ടമലയിൽ വീണ്ടും അപകടം. നിയന്ത്രണം വിട്ട പിക്കപ്പ് ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞു. വണ്ടൂർ സ്വദേശിയായ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 അപകടം. കരുവാരക്കുണ്ടിൽ നിന്ന് ഗ്ലാസ് ലോഡുമായി എടത്തനാട്ടുകര ഭാഗത്തേക്ക് പോകുകയായിരുന്ന പിക്കപ്പ് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉൾപ്പെടെ 3 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. കയറ്റം കയറുന്നതിനിടെ വലിമുട്ടി പിന്നോട്ട് വന്ന ലോറി നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. വാഹനം പിന്നിലേക്ക് പോകാതിരിക്കാൻ വാഹനത്തിൽ നിന്നും 2 പേർ ഇറങ്ങി കട്ടവെച്ച് നിർത്താൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ഡ്രൈവർ വാഹനത്തിൽ അകപ്പെട്ടെങ്കിലും നാട്ടുകാരെത്തി രക്ഷപ്പെടുത്തി. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. ജിംനേഷ്യത്തിൽ വ്യായാമത്തിനിടെ കുഴഞ്ഞു വീണ് മരിച്ചു. മണ്ണാർക്കാട് വട്ടമ്പലം കടമ്പോട്ടുപാടത്ത് സന്തോഷ് കുമാറാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെ കോടതിപ്പടിയിലുള്ള ജിംനേഷ്യത്തിൽ വ്യായാമം ചെയ്യുന്നതിനിടെയാണ് സന്തോഷ് കുമാർ കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. മണ്ണാർക്കാട് വാഹന ഇൻഷുറൻസ് കൺസൾട്ടന്റാണ് സന്തോഷ് കുമാർ. ഭാര്യ ബിന്ദു, ഹരിത് കൃഷ്ണ, ഭരത് കൃഷ്ണ എന്നിവർ മക്കളാണ്. സാംസ്കാരിക പ്രവർത്തകരുടെയും കലാകാരന്മാരുടെയും കൂട്ടായ്മയായ മലബാർ സൗഹൃദ വേദിയുടെ 10ാമത് പുരസ്കാരം സമർപ്പിച്ചു. പെരിന്തൽമണ്ണയിൽ നടന്ന ചടങ്ങിൽ മഞ്ഞളാംകുഴി അലി MLA ആണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. മലബാർ സൗഹൃദ വേദിയുടെ 10ാമത് പുരസ്കാര സമർപ്പണ ചടങ്ങ് പെരിന്തൽമണ്ണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഹാളിലാണ് നടന്നത്. മഞ്ഞളാംകുഴി അലി MLA പുരസ്കാരങ്ങൾ സമർപ്പിച്ചു. ആരോഗ്യമേഖലയിൽ ഡോക്ടർ S രാമദാസ്,
ജീവകാരുണ്യ പ്രവർത്തനത്തിന് കുറ്റിരി മാനുപ്പ, സാഹിത്യത്തിന് ഉണ്ണി കരിമ്പുഴ, കവിതയ്ക്ക് KKV പെരിങ്ങോട്ടുകര എന്നിവരെയാണ് ഇത്തവണ പുരസ്കാരം നൽകി ആദരിച്ചത്. ഡോക്ടർ സോഫിയ, നന്ദകിഷോർ, KP അബ്ദുൾ സമദ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. വെഞ്ഞാറമൂടിൽ യുവാവ് സ്വന്തം കുടുംബങ്ങളെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ആശങ്കപ്പെട്ടാണ് MLA ഉദ്ഘാടന പ്രസംഗത്തിൽ സംസാരിച്ചത്. ഇത്തരം സംഭവങ്ങൾക്കും സമൂഹത്തിലെ അസാൻമാർഗിക പ്രവണതകൾക്കുമെതിരെയാണ് കലാകൂട്ടായ്മകളും സാംസ്കാരിക പ്രവർത്തനങ്ങളും പ്രസക്തമാകുന്നതെന്ന് മഞ്ഞളാംകുഴി അലി MLA അഭിപ്രായപ്പെട്ടു. ഇന്നത്തെ കാലത്ത് നമുക്ക് ഇതൊന്നും ആലോചിക്കാൻ പോലും പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് നമ്മൾ നടന്നു പോകുന്നതെന്നുള്ളതാണ് പരമാർത്ഥം. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നമ്മൾ പത്രത്തിൽ വായിച്ച ഈ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളെ കേരളത്തിലാണോ ഇത് സംഭവിക്കുന്നത് നമുക്ക് സംശയം തോന്നും. 23 വയസ്സ് മാത്രം പ്രായമുള്ള നല്ല ഭംഗിയുള്ള സുന്ദരനായ സൽസ്വഭാവിയായ വേറെ ആരോടും വഴക്കിനൊന്നും പോകാത്ത ഒരു കുട്ടി സ്വന്തം അനിയനെ, സ്വന്തം അമ്മയെ, സ്വന്തം ഗ്രാൻഡ് മദറെ, അമ്മൂമ്മയെ, അതുപോലെ തന്നെ അച്ഛൻ്റെ ഒരു സഹോദരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും 5 പേരെയാണ് ഹാമർ കൊണ്ട് തലക്കടിച്ചു പോകുന്നത്. എങ്ങനെയും കൊല്ലാം, പക്ഷെ ഈ ഹാമർ കൊണ്ട് തലക്കടിച്ച് കൊല്ലുക എന്നൊക്കെ പറയുമ്പോഴേ ഇതിൻ്റെ ഒരു ക്രൂരത നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. എവിടെ പോയി മനുഷ്യരുടെ സ്നേഹം? ഞാൻ വളരെ താല്പര്യത്തോടു കൂടി കാണുന്നതാണ് ഈ ന്യൂജൻ എന്ന് പറയുന്നത്. ന്യൂജന് നമ്മളെക്കാളും വിവരമുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെക്കാളും ന്യൂജന് വിവരമുണ്ട്. നമ്മളെ മക്കൾക്കൊക്കെ നമ്മളെക്കാളും വിവരമുണ്ട്, ഏത് പൊതിലാണെങ്കിലും ശരി. അവർക്ക് നല്ല പോലെ കഴിവുണ്ട്, എന്തൊരു കാര്യം ചെയ്യാനുള്ള കഴിവുണ്ട് അവർക്ക്. പക്ഷെ അവരുടെ മനസ്സിൽ നിന്നും സ്നേഹം എവിടെ പോയി നമുക്ക് ആർക്കും മനസ്സിലാകുന്നത്. എങ്ങനെയാണ് ഒരു കുട്ടിക്ക് ഇത്രയും ദുഷ്ടനാവാൻ കഴിയുക? നിങ്ങൾ ആലോചിക്കേണ്ട ഇത്രയും സന്തോഷകരമായിട്ടൊരു കാര്യത്തിൽ വന്നിട്ട് ഞാൻ എന്തായി പറയുന്നത്? ഞാനിത് പറയുന്നത് എൻ്റെ മനസ്സ് ഇന്നലെ മുതൽ ഏകദേശം ഓൾമോസ്റ്റ് ഡെഡ് എന്നുള്ള രീതിയിൽ. മിഞ്ഞാന്ന് ഇത് കേട്ടതിന് ശേഷം ഞാൻ ഇന്നലത്തെ എൻ്റെ കുറേ പരിപാടികൾ എനിക്ക് പോകാൻ കഴിഞ്ഞ് ഞാൻ ക്യാൻസൽ ചെയ്തു. സുഖമില്ലാന്ന് അവരോട് കള്ളം പറഞ്ഞു, അല്ലാതെ മനസ്സിന് സുഖം വേണ്ടേ? എന്താണ് നമ്മളൊന്ന് ആലോചിക്കുന്നത്? നമ്മളെ കേരളത്തിൽ ഇതേ രീതിയിലൊരു പരിവിധി സംഘടിപ്പിക്കാന്ന് പറഞ്ഞെങ്കിൽ ഇതേപോലെ സംഭവിക്കാന്ന് പറഞ്ഞാൽ എത്ര സങ്കടകരമായിട്ടൊരു സ്ഥിതിയാണ്. ചടങ്ങിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ അധ്യക്ഷത വഹിച്ചു. മുൻ MLA വി ശശികുമാർ, രാഗരത്നം, മണ്ണൂർ രാജകുമാരനുണ്ണി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. വി രമേശൻ, CV സദാശിവൻ, KR രവി, ഡോക്ടർ കൊച്ചു S മണി, പച്ചിരി ഫാറൂഖ്, ഡോക്ടർ P കൃഷ്ണദാസ്, ബിജുമോൻ പന്തിരുകുലം, ഡോക്ടർ നിലാർ മുഹമ്മദ്, യൂസഫ് രാംപുരം, K സുബ്രഹ്മണ്യൻ, VA രാജൻ എഴക്കാട്, ദിനേശൻ എഴുവന്തല, K പ്രസാദ്, ഗോപൻ എഴക്കാട്, ഉസൈൻ കല്ലൂർ, ഓമന ഉണ്ണി എന്നിവർ സംസാരിച്ചു. ശ്രീകൃഷ്ണപുരം വനിതാ സഹകരണ സംഘത്തിന്റെ തിരുവാതിരക്കളിയും അരങ്ങേറി. പെരിന്തൽമണ്ണ നഗരത്തിൽ മാനത്തുമംഗലം ജംഗ്ഷനിലെ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. തയ്യൽ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ജില്ലാ സെക്രട്ടറി PD സണ്ണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ നഗരത്തിൽ മാനത്തുമംഗലം ജംഗ്ഷനിലെ റോഡിന്റെയും സമീപത്തെ പാലത്തിന്റെയും ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നും ഗതാഗതക്കുരുക്ക് ഇല്ലാതാക്കണമെന്നും ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലോചിതമായി പരിഷ്കരിച്ച് നടപ്പാക്കുക, തയ്യൽ തൊഴിലാളി പെൻഷൻ 5000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, പ്രസവാനുകൂല്യത്തിന്റെ 2ാം ഗഡു നൽകുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും അംഗീകരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. അലങ്കാർ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനം ജില്ലാ സെക്രട്ടറി PD സണ്ണി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 3 വർഷക്കാലത്തിൽ സംഘടനാ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത 3 വർഷക്കാലത്തേക്കുള്ള സംഘടനയെ നയിക്കുന്ന കമ്മിറ്റിയെയും അതിന്റെ ഭാരവാഹികളെയും തെരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയായി ഉൾപ്പെട്ടതാണ്. അങ്ങനെ കഴിഞ്ഞ 3 വർഷക്കാലത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ
ഈ ഏരിയയിലകത്ത് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കമ്മിറ്റിയും അതിന് നേതൃത്വം കൊടുക്കുന്ന ഭാരവാഹികളും എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത് നമ്മുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി നമുക്ക് അത്തരത്തിൽ എന്തെങ്കിലും വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കാനാണ്. ഏരിയ പ്രസിഡന്റ് PT രാജു അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി കരിമ്പനക്കൽ മുസ്തഫ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ കമ്മിറ്റി അംഗം സുബ്രഹ്മണ്യൻ അരീക്കൽ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. RP നിമിഷ, N ഷൗക്കത്ത് ഉസ്മാൻ, സാദിഖ് ചേരിയിൽ, ഡാലിയ റഷീദ, സിന്ധു അടൂർ, EP ഇന്ദു, KE ജമീലമ്മ, MN സുരേഷ്, മുഹമ്മദ് അലി ആറങ്ങോടൻ, ജാഫർ പത്തത്ത്, തസ്നീർ ഇൻറൂസ്, MK രാജി, ജാസ്മിൻ വെറൈറ്റി തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച പ്രവർത്തകരെ ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. എരവിമംഗലം, പാതായിക്കര, കക്കൂത്ത് യൂണിറ്റുകളിൽ നിന്നായി 650 പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. PT രാജുവിനെ പ്രസിഡന്റായും കരിമ്പനക്കൽ മുസ്തഫയെ സെക്രട്ടറിയായും സമ്മേളനം വീണ്ടും തിരഞ്ഞെടുത്തു. N ഷൗക്കത്ത് ഉസ്മാനാണ് ട്രഷറർ. ഒറ്റപ്പാലം നഗരസഭയിലെത്തുന്നവരെ സ്വാഗതം ചെയ്യാൻ ഇനി മുതൽ ഉപയോഗശൂന്യമായ ബോട്ടിലുകൾ കൊണ്ട് തീർത്ത കരിവീരൻ ഉണ്ടാകും. നഗരസഭാ പരിധിയിലെ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപയോഗിച്ചാണ് മാവേലിക്കര കോളേജിലെ ഫൈൻ ആർട്സ് വിദ്യാർത്ഥികൾ ഗജവീരനെ നിർമ്മിച്ചിരിക്കുന്നത്. നഗരസഭാ ഓഫീസിന് മുന്നിലെ റോഡിലൂടെ യാത്ര ചെയ്യുന്നവരെല്ലാം 6 അടി പൊക്കമുള്ള കൊമ്പനെ കണ്ട് അത്ഭുതപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. 300-ലധികം ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപയോഗിച്ചാണ് ഈ ഗജവീരനെ നിർമ്മിച്ചിരിക്കുന്നത്. വേസ്റ്റ് മാനേജ്മെന്റ് പദ്ധതി പ്രകാരം ബോട്ടിൽ ബൂത്തുകളിൽ നിക്ഷേപിച്ച ഉപയോഗശൂന്യമായ കുപ്പികൾ കൊണ്ടാണ് അതിമനോഹരമായ രീതിയിൽ ആനയെ നിർമ്മിച്ചിരിക്കുന്നത്. ഒറ്റപ്പാലം നഗരസഭാ ഹെൽത്ത് വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരം മാവേലിക്കര രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സിലെ വിദ്യാർത്ഥികളാണ് ആനയെ നിർമ്മിച്ചത്. റമീസ്, ദേവകൃഷ്ണ, അമൽരാജ്, നിഖിൻ, അഭിനന്ദ്, സൂരജ്, അഭിനവ് എന്നിവർ ചേർന്ന് ഒരു ദിവസത്തെ കഠിന പ്രയത്നം കൊണ്ടാണ് ഈ ഗജവീരനെ ഉണ്ടാക്കിയത്. ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് ആദ്യം സ്കെൽറ്റൻ ഉണ്ടാക്കിയ ശേഷം ബോട്ടിലുകൾ തമ്മിൽ കോർത്ത് പിടിപ്പിച്ചാണ് ശില്പം തയ്യാറാക്കിയിരിക്കുന്നത്. ബസ് സ്റ്റാൻഡിലെയും മാർക്കറ്റ് കോംപ്ലക്സിലെയും ചുമർ ചിത്രങ്ങൾ വരച്ചതും ഇതേ വിദ്യാർത്ഥികൾ തന്നെയാണ്. 6 അടിയോളം പൊക്കമുള്ള ഗജവീരന്റെ ശില്പം അത്ഭുതത്തോടെയാണ് വഴിയാത്രക്കാർ നോക്കിക്കാണുന്നത്. മണ്ണാർക്കാട് കുമരംപുത്തൂർ പള്ളിക്കുന്നിലെ ചെറിയപാടം വലിയകുളം നവീകരണം തുടങ്ങി. 23 ലക്ഷം രൂപ ചെലവിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നവീകരിക്കുന്നത്. നവീകരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത് നിർവഹിച്ചു. പള്ളിക്കുന്ന് ചെറിയപാടത്തെ കൃഷിക്ക് ജലസേചനത്തിനും പ്രദേശത്തുകാർക്ക് കുളിക്കാനും ഉപയോഗിച്ചിരുന്നത് വലിയ കുളമാണ്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പരേതനായ മണ്ണറോട്ടിൽ അസീസിന്റെ കുടുംബമാണ് ഏതാണ്ട് 30 സെന്റ് വിസ്തൃതിയിലുള്ള കുളം നിർമ്മിച്ചത്. ഏക്കർ കണക്കിന് കൃഷിഭൂമിയിലേക്കുള്ള ജലസ്രോതസ്സും ഈ കുളമായിരുന്നു. പ്രദേശത്തെ കുട്ടികൾ നീന്തൽ പരിശീലിച്ചിരുന്നതും ഇവിടെയാണ്. പഞ്ചായത്ത് തല നീന്തൽ മത്സരങ്ങൾക്കും ഈ കുളം വേദിയാവാറുണ്ട്. ക്രമേണ കൃഷിയില്ലാതായതോടെ കുളം പരിചരിക്കാതെ കാടും പായലും കെട്ടി നശിച്ചു തുടങ്ങി. കുളം നവീകരിച്ചാൽ പ്രദേശത്തുകാർക്ക് കുളിക്കാനും കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് നീന്തൽ പരിശീലനം നടത്താനും കുളം ഉപകരിക്കുമെന്ന നാട്ടുകാരുടെ അഭ്യർത്ഥന പ്രകാരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോഡൻ മുൻകൈയെടുത്താണ് തുക വകയിരുത്തിയത്. കുളത്തിന്റെ നവീകരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത് നിർവഹിച്ചു. NRGS പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് 23 ലക്ഷത്തി സംതിങ് രൂപ വെച്ചിട്ടാണ് ഈ പദ്ധതി ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കുളം വലിയൊരു അനുഗ്രഹമായിരുന്നു ഒരു കാലത്ത്. ഈ പ്രദേശത്തുള്ള കുടിവെള്ള പ്രശ്നമൊക്കെ പരിഹരിച്ചുകൊണ്ട് ഇവിടെ സാധാരണ ജനങ്ങൾക്ക് തിരുമ്പാനും കുളിക്കാനും ഒക്കെ സൗകര്യമുള്ള കുളം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ ബഹുമാന്യനായ മെമ്പർ പ്രിയപ്പെട്ട മുസ്തഫ വറോഡിനെ ഇതുമായി ബന്ധപ്പെട്ട് വാർഡ് മെമ്പർ സൂചിപ്പിച്ചപ്പോൾ വളരെ അനുഭാവപൂർവ്വം തന്നെ ഇതിന് ഫണ്ട് വെച്ച് തരാമെന്ന് പറയുകയും ഇതിന് നിർമ്മാണങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിരിക്കുന്നു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. എന്തായാലും ഇത് വളരെ മനോഹരമായി തീർക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. വൈസ് പ്രസിഡന്റ് സീന വറോഡൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോഡൻ, പഞ്ചായത്ത് അംഗങ്ങളായ KK ലക്ഷ്മിക്കുട്ടി, സഹദ് അരിയൂർ, ഖാദർ കുത്തനിയിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങൾക്ക് ശനിയാഴ്ച കൊടിയേറും. താന്ത്രിക ചടങ്ങുകൾക്കൊപ്പം വിവിധ കലാപരിപാടികളും ക്ഷേത്രത്തിൽ അരങ്ങേറും. ക്ഷേത്രത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ശീവേലിപ്പുരയുടെയും ക്ഷേത്രകമാനത്തിന്റെയും ഉദ്ഘാടനവും ഇതിനു മുന്നോടിയായി വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
മാർച്ച് 1 മുതൽ മാർച്ച് 8 വരെയാണ് കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങൾ നടക്കുന്നത്. 1 വൈകിട്ട് 7 മണിക്കാണ് കൊടിയേറ്റം. ഇതിനു മുന്നോടിയായി സംഗീത വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റവും രാത്രി 8-ന് തിരുവാതിരക്കളി, തുടർന്ന് നൃത്തനൃത്യങ്ങൾ എന്നിവയും നടക്കും. മാർച്ച് 2 രാവിലെ 7-ന് പനമണ്ണ ശശിയുടെ മേളത്തിൻ്റെ അകമ്പടിയിൽ എഴുന്നള്ളിപ്പ്, തുടർന്ന് 9:30-ന് പഞ്ചരത്ന കീർത്തനാലാപനം, വൈകിട്ട് സംഗീത കച്ചേരി, കൈകൊട്ടിക്കളി, തായമ്പക, നൃത്ത സംഗീത നാടകം എന്നിവ അരങ്ങേറും. 3-ാം വിളക്ക് ദിനമായ തിങ്കളാഴ്ച വൈകിട്ട് 6:30-ന് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടക്കും. ഏറെക്കാലം ക്ഷേത്രത്തിൻ്റെ അമരക്കാരനായി പ്രവർത്തിച്ചിരുന്ന നെച്ചിയിൽ ബാലൻ വൈദ്യരുടെ സ്മരണാർത്ഥം നൽകുന്ന പുരസ്കാരം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർക്ക് നൽകും. MR മുരളി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ അധ്യക്ഷനാകും. തുടർന്ന് ത്രിപിൾ തായമ്പക അരങ്ങേറും. തുടർന്നുള്ള ദിവസങ്ങളിലും വൈകിട്ട് തിരുവാതിരക്കളി, തായമ്പക, കഥകളി, വീണ കച്ചേരി, നൃത്തനൃത്യങ്ങൾ, നാടൻപാട്ട് എന്നിവ അരങ്ങേറും. മാർച്ച് 7-ന് 7-ാം വിളക്ക് ദിവസം രാവിലെ പഞ്ചാരിമേളത്തിൻ്റെ അകമ്പടിയിൽ പള്ളിവേട്ട, 11-ന് കഞ്ഞിസദ്യ എന്നിവ നടക്കും. മാർച്ച് 8-ന് തൂതപ്പുഴയിൽ മൂന്നാനയുടെയും പഞ്ചവാദ്യത്തിൻ്റെയും അകമ്പടിയിൽ ആറാട്ടും തിരിച്ചെഴുന്നള്ളിപ്പോടും കൂടി ഉത്സവം സമാപിക്കും. ക്ഷേത്രത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ശിവേലിപുരയുടെയും ക്ഷേത്ര കമാനത്തിൻ്റെയും ഉദ്ഘാടനവും ഇതിനു മുന്നോടിയായി വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. MR മുരളി ഉദ്ഘാടനം നിർവഹിക്കും. തിരുമുല്ലപ്പള്ളിയപ്പൻ പുരസ്കാരം ചടങ്ങിൽ തിരുത്തുമുക്ക് ഗോവിന്ദൻ നമ്പൂതിരിക്ക് നൽകും. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പാലക്കാട് ജില്ലയിലെ കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവം മാർച്ച് 1 മുതൽ 8 കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കപ്പെടുകയാണ്. മാർച്ച് 1-ന് കൊടിയേറ്റവും 8-ന് ആറാട്ടോടും കൂടിയാണ് സമാപിക്കുന്നത്. തിരുമുല്ലപ്പള്ളി ക്ഷേത്രത്തെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു ദിവസം തന്നെയാണ് നാളെ. അടുത്ത കാലത്തൊന്നും നടന്നിട്ടില്ലാത്ത, ഞങ്ങൾ പോലും വിചാരിക്കാത്ത ഒരു 3 ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട, നേരത്തെ പഞ്ചലക്ഷം സൂചിപ്പിച്ച മാതിരി റോഡിലൊരു ഗോപുരവും കിഴക്കേ നടയിലൊരു ശിവേലിപ്പരി, അതുമാതിരി മൂർക്കത്ത ക്ഷേത്രത്തിൽ കല്യാണം നടക്കുമ്പോൾ ഒരു താലികെട്ട് കൊണ്ടുപോകും. അത് ഭക്തജനങ്ങൾ അകമഴിഞ്ഞ് 3 മഹത് വ്യക്തികളുടെ സംഭാവനയാണ്. അത് ക്ഷേത്രത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 22 ദിവസം കൊണ്ടാണ് അത് പൂർത്തീകരിച്ചത്. 6 മാസം കൊണ്ടൊക്കെ പൂർത്തീകരിക്കേണ്ടത് വളരെ വ്യക്തമായിട്ട് അത്രയും അതിവിദഗ്ധരായിട്ടുള്ള പണിക്കാരെ വെച്ച് 22 ദിവസം കൊണ്ട് അത് പൂർത്തീകരിച്ചു. ആയതിൻ്റെയൊക്കെ ഉദ്ഘാടനം നിർവഹിക്കുന്ന നാൾ ബഹുമാനപ്പെട്ട മുൻ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ MR മുരളി അവർകളാണ്. നാളെ വൈകുന്നേരം 5 മണിയോടുകൂടി ഈ സമർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. ഈ ചടങ്ങുകൾക്ക് കമാനം ഉദ്ഘാടനം ചെയ്യുന്നത്, ക്ഷേത്ര ഗോപുരം കമാനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ചെർപ്പശ്ശേരി നഗരസഭാ അധ്യക്ഷനും ശ്രീ P രാമചന്ദ്രൻ അവർകളാണ്. മറ്റ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ വിശിഷ്ട വ്യക്തികളായ പാലക്കാട് ഏരിയ കമ്മിറ്റി ചെയർമാൻ ശ്രീ ദണ്ഡപാണി മാസ്റ്റർ, അംഗങ്ങളായ ശ്രീ KT രാമചന്ദ്രൻ, ശ്രീമതി C പ്രീത, മറ്റ് ക്ഷേത്രത്തിലെ നമ്മോടൊപ്പം പ്രവർത്തിക്കുന്ന ദേവസ്വം പ്രതിനിധികളും, കൂടാതെ നമ്മുടെ നഗരസഭയിലെ മറ്റ് അടുത്തുള്ള കൗൺസിലർമാരും ഒക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം മാനേജർ M പങ്കജാക്ഷൻ, ട്രസ്റ്റി കുടുംബം പാണ്ടത്തുമന സുബ്രഹ്മണ്യൻ നമ്പൂതിരി, പുത്തൻവീട്ടിൽ ബാലചന്ദ്രൻ, ഉടുമ്പറ്റ ഉണ്ണികൃഷ്ണൻ, മേലേമഠം വേണുഗോപാൽ, ക്ഷേത്രം ക്ലാർക്ക് രാജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്കായി ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതികൾക്ക് തുടക്കമായി. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK ബാബു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സമഗ്ര വയോജന ആരോഗ്യ പരിരക്ഷ, ജീവിതശൈലി രോഗനിർണയ പദ്ധതി എന്നീ പ്രൊജക്ടുകളുടെ ഉദ്ഘാടനമാണ് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ വെച്ച് നടന്നത്. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK ബാബു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മക്കളൊക്കെ ഈ രൂപത്തിലാണ്. കൃത്യസമയത്ത് ഉറങ്ങി, ഡോക്ടർ പറഞ്ഞല്ലോ, ഒരു 10 മണിക്ക് തന്നെ ഉറങ്ങി, രാവിലെ എണീറ്റ് ഭക്ഷണ രീതി നമ്മളൊക്കെ എന്ത് ചെയ്യും, രാവിലെ എണീറ്റ് ചായ കുടിച്ചാൽ ഒരു 10 മണിക്കും 11 മണിക്കും പോയിട്ട് പിന്നെ നമ്മൾ ബാക്കി ഭക്ഷണങ്ങളൊക്കെ ഒരു കാൽച്ചായ രാവിലെ നേരത്തെ എണീറ്റ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് അവസാനിപ്പിക്കും. അതുപോലെ നമ്മുടെ വരുന്ന തലമുറ കൂടെ എന്തായിട്ട് മാറും, നമ്മൾ നടക്കുന്നത് പോലെ നിത്യേന ഹോസ്പിറ്റലിൽ നടക്കേണ്ട ഒരു
ഒരു ഗതികേടിലേക്ക് മാറും എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. വാർഡ് മെമ്പർ രാധ അധ്യക്ഷയായി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ SM ഷബാന, മെമ്പർ റഷീദ്, ഫാർമസിസ്റ്റ് വിനോദ് പ്രസാദ് എന്നിവർ പങ്കെടുത്തു. പൊതുജനങ്ങൾക്കായി ഔഷധ സസ്യങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. ആയുർവേദ ഡിസ്പെൻസറി ജീവനക്കാർ, അംഗനവാടി ജീവനക്കാർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. വീണ്ടും ഇടവേള. വാർത്തകളിലേക്ക്. കലാകായിക സാംസ്കാരിക രംഗത്തും ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സജീവമായ ആനമങ്ങാട് മണലായ മെറ്റാലിക്ക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രമുഖ റാപ്പർ വേടനും ഗായകൻ ജാസി ഗിഫ്റ്റും നേതൃത്വം നൽകുന്ന മെഗാ മ്യൂസിക് ഇവന്റ് സംഘടിപ്പിക്കും. മണലായ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ധനസമാഹരണം ഉദ്ദേശിച്ചാണ് മ്യൂസിക് ഇവന്റ് നടത്തുന്നത്. പരിപാടിയുടെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും നടന്നു. പണ്ടാരോ പറഞ്ഞ പഴഞ്ചൊല്ലൊന്നുമല്ല, കണ്ടോരെ കാണാത്തോരെ വണങ്ങത്തുമില്ല. പ്രമുഖ റാപ്പർ വേടനും ഗായകനും സംഗീത സംവിധായകനുമായ ജാസി ഗിഫ്റ്റും മറ്റ് നിരവധി കലാകാരന്മാരും അണിനിരക്കുന്ന മെഗാ മ്യൂസിക് ഇവന്റ് വരുന്ന ഏപ്രിൽ 19 പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. മണലായ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ധനം സമാഹരിക്കുന്നതിന് മണലായ മെറ്റാലിക്ക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് റാപ്പ് എന്ന പേരിൽ മെഗാ മ്യൂസിക് ഇവന്റ് സംഘടിപ്പിക്കുന്നത്. ഒലിങ്കര ബൊണാഡിയ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പി അബ്ദുൽ ഹമീദ് MLA പ്രോഗ്രാമിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. പി അബ്ദുൽ ഹമീദ് MLAയും നജീബ് കാന്തപുരം MLAയും ചേർന്ന് പ്രോഗ്രാമിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. ചെറുപ്പക്കാര് അവരുടെ നന്മയുടെ പാന്താവിലാക്കാണ് നന്മയും മെറ്റാലിക്ക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ക്ഷണിക്കുന്നത്. ആ ക്ഷണം എൻ്റെ പ്രിയപ്പെട്ട യുവാക്കൾ സ്വീകരിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. നന്മയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്നത് നിരാലംബരായ, അനാഥരായ, അശരണരായ, ആരംഭഹീനരായ ആൾക്കാരെ ചേർത്ത് പിടിക്കുന്ന പരിപാടികളാണ്. പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒട്ടനവധി ആൾക്കാർ നമ്മുടെ നാട്ടിൻപുറങ്ങളിലും നഗരപ്രദേശങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. അവർക്ക് എന്തെങ്കിലും വിധത്തിലൊരു സഹായം ചെയ്യുക, അവരെ കൂടെ നിർത്തുക, അവരുടെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഒക്കെ പങ്കെടുക്കുക. അതിനാവശ്യമായിട്ടുള്ള ഒരു വിഭവ സമാഹരണം എന്നുള്ള നിലക്കാണ് ഏപ്രിൽ 19 മെഗാ ഗാനമേള നമ്മുടെ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. ഞങ്ങളുടെയൊക്കെ തലമുറയുടെ ഏറ്റവും വലിയ ആവേശം കൊള്ളിച്ച പാട്ടുകാരനാണ്. ലജ്ജാവതിയെ എന്നുള്ള പാട്ടായിരുന്നു അന്ന് ക്യാമ്പസിന്റെ തരംഗമായിരുന്ന ഒരു കാലം. എന്നാൽ ഇന്ന് വേടനിലേക്ക് എത്തി നിൽക്കുന്ന ആ 2 ജനറേഷൻ്റെ ഒരു മിക്സപ്പാണ് ഈ റാപ്പ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ ഒരു വളരെ ദൈക്ഷണികമായ തീരുമാനമാണ് നിങ്ങൾ എടുത്തത്. 2 തലമുറയിലെ റാപ്പ് സംഗീതജ്ഞരെ ഒരുമിച്ചൊരു വേദിയിൽ കൊണ്ടുവരുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു പ്രോഗ്രാം ഏപ്രിൽ 19 നടക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് എൻഗേജ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ചെറുപ്പക്കാർക്ക് കുറേ എൻഗേജ്മെൻറ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പണിയെടുക്കാതിരിക്കുമ്പോഴാണ് ആളുകൾ കുഴപ്പക്കാരാകുന്നത്. നിരന്തരമായി പിരിവിന് പോട്ടെ, നിരന്തരമായി പണിയെടുക്കട്ടെ, നിരന്തരമായി പൈസ ഉണ്ടാക്കിയിട്ട് ആളുകളെ സഹായിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ. അപ്പം അങ്ങനെ ഒരു വളരെ ആശയപരമായ ഒരു പ്രതലമാണ് ഒരുക്കുന്നത്. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറാണ് വേടൻ.
അങ്ങനെയുള്ള ക്രൗഡ് പുള്ളർ പെരിന്തൽമണ്ണയിൽ വരുമ്പോൾ പെരിന്തൽമണ്ണക്കാർ മാത്രമാവില്ല ഇങ്ങോട്ട് വരിക. അപ്പോൾ വലിയൊരു പരിപാടിയാണ് നടക്കാൻ പോണത്. പെരിന്തൽമണ്ണ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പരിപാടികളിൽ ഒന്നാണ് നടക്കാൻ പോണത്. അപ്പോൾ അതിന് ആവശ്യമായ ഒരുക്കങ്ങൾ നമ്മൾ നടത്തണം. വലിയ പരിപാടിക്ക് വലിയ ഒരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. അപ്പം നിങ്ങൾ തയ്യാറാവുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. തുടക്കം മുതൽ അതിൻ്റെ അവസാനം വരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് ഉറപ്പ് നൽകുകയാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി മെറ്റാലിക്ക ക്ലബ്ബ് നടത്തുന്ന ഈ പ്രോഗ്രാം എന്തുകൊണ്ടും എല്ലാ കാലത്തും പെരിന്തൽമണ്ണയ്ക്ക് ഓർത്ത് വെക്കാൻ പറ്റാവുന്ന ഒരു പരിപാടിയായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ MP മജീദ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ P ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, KPCC സെക്രട്ടറി V ബാബുരാജ്, CPM ജില്ലാ കമ്മിറ്റി അംഗം V രമേശൻ, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് AK നാസർ, BJP മണ്ഡലം പ്രസിഡന്റ് K ബാലസുബ്രഹ്മണ്യൻ, AITUC മണ്ഡലം പ്രസിഡന്റ് സൈനുദ്ദീൻ എരവിമംഗലം, പ്രോഗ്രാം കൺവീനർ AV ജോൺസൺ, ട്രഷറർ PT സൈനുദ്ദീൻ, MP കുഞ്ഞു മുഹമ്മദ്, U അജയൻ, മെറ്റാലിക്ക ക്ലബ്ബ് പ്രസിഡന്റ് P സാദിഖ്, സെക്രട്ടറി EP ഹരികൃഷ്ണൻ, TP മോഹൻദാസ്, CK റഫീഖ്, PP ചന്ദ്രശേഖരൻ, K ബാലസുബ്രഹ്മണ്യൻ, PM ഷംസാദ് അലി, അനുരൂപ് ശ്രീനിവാസൻ, ഷെബീർ മാഞ്ഞാമ്പ്ര, സത്താർ ആനമങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ റാപ്പ് സംഗീത പരിപാടിക്കാണ് പെരിന്തൽമണ്ണ ഒരുങ്ങുന്നത്. മെറ്റാലിക്ക ക്ലബ്ബ് പ്രവർത്തകർ, നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികൾ, ജനപ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങി എല്ലാവരും ചേർന്ന് രാഷ്ട്രീയ ജാതിമത ചിന്തകളില്ലാതെ ഈ പ്രോഗ്രാം വൻ വിജയമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. കരിങ്കല്ലത്താണി അരക്കുപറമ്പ് AIS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 29ാം വാർഷികം വർണ്ണാഭമായി ആഘോഷിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ നജീബ് കാന്തപുരം MLA മുഖ്യാതിഥിയായി. കുട്ടികളുടെ വിവിധ കലാപരിപാടികളോടെയാണ് വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. രാത്രി 8 മണിക്ക് നടന്ന ചടങ്ങ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ഒരു റെസിഡൻഷ്യൽ സ്കൂളിലെ ഒരു സ്റ്റാറ്റസിലേക്ക് നമ്മുടെ ഈ സ്കൂളിനെ കൊണ്ടുവരാനൊക്കെ ആഗ്രഹിക്കുന്നതായിട്ട് നമ്മുടെ ഇതിൻ്റെ ചെയർമാൻ PT സിദ്ദീഖ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നമ്മളുമായിട്ട് പങ്കുവെച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അദ്ദേഹത്തിൻ്റെ കൂടെ നമുക്ക് നിൽക്കാം. നമ്മുടെ കുട്ടികൾക്ക് കിടയറ്റ രൂപത്തിലുള്ള നല്ല കോച്ചിങ്ങും അതുപോലെ തന്നെ നല്ല ശിക്ഷണവും. കാലം മാറി കഥ മാറി എന്ന് നമ്മൾ സാധാരണ പറയാറില്ലേ, ആ കാലവും കഥയും ഒക്കെ മാറുമ്പോൾ ആ കാലവും കഥയും ഒക്കെ തിരുത്തി കുറിക്കാനും നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനും നല്ല മക്കളെ കൺകുളിർക്കെ കാണാനും ഒക്കെയുള്ള ഒരു സമ്മാനം കിട്ടുന്ന ആ രീതിയിലുള്ള മക്കളെ നമുക്ക് വീണ്ടും ഇവിടെ നിന്ന് റിഫൈൻഡ് ആയിട്ട് കിട്ടുന്ന രൂപത്തിലുള്ള ഒരു ക്ലാസ് മുറിയും അതുപോലെ തന്നെ ഒരു പ്രോസസ്സും ഒരു പഠനക്രമവും ഇവിടെ ഉണ്ടാക്കാൻ നമ്മുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകരും അധ്യാപികമാരും കമ്മിറ്റിയും എല്ലാവരും ഒത്തൊരുമിച്ച് ശ്രമിക്കണമെന്ന്. സ്കൂൾ ചെയർമാൻ PT സിദ്ദീഖ് അധ്യക്ഷനായി. നജീബ് കാന്തപുരം MLA മുഖ്യാതിഥിയായി. അടിപൊളി പരിപാടിയായിട്ടുണ്ട്. AIS എന്ന് പറയുന്ന ഈ പബ്ലിക് സ്കൂൾ ഈ നാടിൻ്റെ ഏറ്റവും നല്ല മഹത്തായ ഒരു സിഗ്നേച്ചറായി മാറിയിരിക്കുന്നു എന്ന സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി. ജയ് ഹിന്ദ്. പ്രിൻസിപ്പൽ P മുംതാജ്, PTA പ്രസിഡന്റ് C ഷറഫുദ്ദീൻ, ജസ അൻവർ, അമാനി, രവി ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കായലോരത്ത് പട്ടം പറപ്പിച്ച് കുഞ്ഞിരിഞ്ഞിട്ട് രസിച്ചിട്ട് പൂയലായി മറിയ പൊട്ടിച്ച് ഞാനൊരു പെണ്ണായേ.
1996 മുതൽ CBSE അഫിലിയേഷനോടുകൂടി അരക്കുപറമ്പിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഇന്ന് വിദ്യാഭ്യാസ കലാകായിക മേഖലകളിൽ ശ്രദ്ധേയമായ വിധം ചുവടുറപ്പിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ ഉയർച്ച ലക്ഷ്യമാക്കി PCM, STSC, സർവോദയ ഉൾപ്പെടെ ഒട്ടേറെ മത്സര പരീക്ഷകളിൽ കുട്ടികൾ മികവുറ്റ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. പ്രീ-KG മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്ഥാപനത്തിൽ സമസ്ത സിലബസോടുകൂടിയുള്ള മദ്രസ പഠനവുമുണ്ട്. പഠനത്തോടൊപ്പം കരാട്ടെ, യോഗ, അബാക്കസ്, ചിത്രരചന, ആർട്സ് ആൻഡ് സ്പോർട്സ് പരിശീലനവും പ്രത്യേക ഫുട്ബോൾ കോച്ചിങ്ങും നൽകുന്നുണ്ട്. പ്രഗത്ഭരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ സ്വച്ഛമായ പഠനാന്തരീക്ഷവും സുരക്ഷിതമായ ക്യാമ്പസും AIS സ്കൂളിൻ്റെ പ്രത്യേകതയാണ്. കവിത ജ്വല്ലറിയും PRC കുമരംപുത്തൂർ നെച്ചുള്ളി ക്ലബും സംയുക്തമായി മെഡിക്കൽ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കവിത ജ്വല്ലറി മണ്ണാർക്കാട് ശാഖയും PRC നെച്ചുള്ളി ക്ലബും സംയുക്തമായി മദർ കെയർ ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് മെഡിക്കൽ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ECG, എക്കോ, നേത്രപരിശോധന തുടങ്ങി മനുഷ്യ ശരീരത്തിലെ എല്ലാ ടെസ്റ്റുകളും തികച്ചും സൗജന്യമായാണ് നടത്തിയത്. 150ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. കവിത ഗോൾഡ് മണ്ണാർക്കാട് ഷോറൂം ചീഫ് മാനേജർ രാമദാസ്, ഡെപ്യൂട്ടി മാനേജർ നിഷാദ്, മെഡിക്കൽ ഓഫീസർ അബ്ദുൾ റഷീദ്, ക്ലബ്ബ് ഭാരവാഹികളായ ജുനൈസ് നെച്ചുള്ളി, അൻഷാദ് തോട്ടാശ്ശേരി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പട്ടാമ്പിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 160 ഗ്രാമോളം MDMA-യുമായി 3 പേർ അറസ്റ്റിൽ. കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പ്രതികളെന്ന് പോലീസ്. മണ്ണാർക്കാട് തച്ചനാട്ടുകരയിൽ പ്ലൈവുഡ് ഫാക്ടറിക്കെതിരായ സമരം. പ്രദേശവാസികൾക്കൊപ്പമാണ് പഞ്ചായത്തെന്ന് ഭരണസമിതി. ഭരണസമിതി ഐക്യകണ്ഠമായി നിഷേധിച്ച അനുമതി മന്ത്രി MB രാജേഷിന്റെ നിർദ്ദേശപ്രകാരമാണ് സെക്രട്ടറി നൽകിയതെന്നും ഭരണസമിതി അംഗങ്ങൾ. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ അഴിമതിയും കെടുകാര്യസ്ഥതയുമെന്ന് കോൺഗ്രസ്. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. അഴിമതിയും സ്വജനപക്ഷപാതവും ആരോപിച്ച് UDF ഭരിക്കുന്ന പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലേക്ക് CPM മാർച്ച്. ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യവുമായി കോൺഗ്രസ്. സമരത്തിനെതിരായി സർക്കാർ ഇറക്കിയ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചു. ആശാ വർക്കർമാർക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് നേതാക്കൾ. പാലക്കാട് ജില്ലയിൽ ചൂട് കൂടുന്നു. മണ്ണാർക്കാട് പെയിന്റിംഗ് തൊഴിലാളിക്ക് സൂര്യതാപമേറ്റു. അടുത്ത ദിവസങ്ങളിൽ വേനൽ മഴ ലഭിച്ചേക്കുമെന്ന് മുന്നറിയിപ്പ്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.